ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. മക്കളെ, മാത്സിൻ്റെ സേ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ മക്കളെ, നമ്മൾ എക്സാമിന് ഇനി 1 മാസം കൂടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഓരോ ചാപ്റ്ററും നിങ്ങളൊന്ന്, ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം അറിയേണ്ടത് നമ്മുടെ ചാപ്റ്റേഴ്സിനെ പറ്റി ഒരു അവലോകനമാണ്. നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ 13 ചാപ്റ്റേഴ്സാണ് +2 മാത്സിനുള്ളത്. ആ 13 ചാപ്റ്റേഴ്സിനെയും പറ്റി ഒരു അവലോകനം നിങ്ങൾ നടത്തിയതിന് ശേഷമേ പഠിക്കാതിരിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇനി നമ്മൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഈ 30 ദിവസം, 1 മാസം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ചാപ്റ്ററാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ചാപ്റ്റർ പോലും മര്യാദയ്ക്ക് പഠിക്കാത്ത കുട്ടികൾ കുറേ പേരുണ്ട്. സോ ആദ്യമായിട്ടാണ് പഠിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് അറിഞ്ഞാൽ പറ്റത്തുള്ളൂ. കുറേ കുട്ടികൾക്ക് ഇത് അറിയായിരിക്കും, അവർക്കിത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഓരോ ചാപ്റ്ററിനെ പറ്റിയും അവലോകനം നടത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് +2 13 ചാപ്റ്റേഴ്സ് ഉള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? 13 ചാപ്റ്റേഴ്സിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻ ഫംഗ്ഷനിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കാണും, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കാണും, 2 ക്വസ്റ്റ്യൻ കാണത്തുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1, 1, 2 എന്ന് പറയുന്ന സെഷനിൽ നിന്നും കാണും. പിന്നെ നമ്മുടെ റിലേഷനകത്ത് ഏതൊക്കെയാണ്? ഇക്വലൻസ്, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഈ ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ. അത് 2 നന്നായിട്ട് പഠിച്ചാൽ 7 മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ കാണത്തുള്ളൂ മക്കൾ, ഒരൊറ്റ ക്വസ്റ്റ്യൻ. 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ കാണത്തുള്ളൂ. നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്ക്. ചെറിയ ചാപ്റ്ററാണ്, 3 മാർക്കിനേ ഉള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ബേസ് കുറേ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞാൽ മാത്രമേ 3 മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ തേർഡ് ചാപ്റ്ററായ മെട്രിക്സസ് വളരെ എളുപ്പമാണ്. 3ഉം 4ഉം വിട്ട് കളയിൽ, നിങ്ങൾ ഒരിക്കലും വിട്ട് കളയിൽ. ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവർ ജയിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ വിടാം, പക്ഷേ 3 പഠിച്ചിരിക്കണം. മെട്രിക്സസ് 3ാമത്തെ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. അതിൻ്റെ അകത്തൊരു സം ഓഫ് സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് എന്നൊരു സംഭവമുണ്ട്. മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്ന എക്സാമിന് ഉറപ്പാണ്. 4 മാർക്കിന് 4 മാർക്കിനല്ലേ 3 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വിട്ട് കളയിൽ. പിന്നെ വേറെ കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട്, അത് പഠിച്ചിരിക്കണം. അത് ഞാൻ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. അല്ലാത്തവർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിട്ട് ഫുള്ള് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ. പിന്നെ 4th ചാപ്റ്ററായ ഡിറ്റർമിനൻസ് മക്കളെ, അത് വിട്ട് കളയിൽ. അതിൽ നിന്നാണ് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ അങ്ങ് എഴുതി വെച്ചോ. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർ ഞാൻ പറയില്ലേ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. എളുപ്പമാണ്, ഒരൊറ്റ ക്വസ്റ്റ്യനെ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഉള്ള 5 തൊട്ട് 10, 9 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ മക്കളെ, അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങ് വിട്ടേക്ക്. 5 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വിട്ടേക്ക്. ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നവർക്കാണെങ്കിൽ ഈ 5 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് വിട്ട് കളഞ്ഞെന്ന് കരുതി ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പം തന്നെ നോക്കിയേ, നമുക്ക് എത്ര മാർക്കായി? 7, 10, 17, 23 മാർക്കായി. ഇനി ലാസ്റ്റ് ചാപ്റ്ററോട് പഠിക്കുമ്പോൾ 7, 11, 17. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 36 മാർക്കിൻ്റെ അടുത്ത് കിട്ടാനുള്ള ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പം എത്രയും മക്കളെ? 7, 3, 10, 17, 23, 30, 34, 40, 47 വേണ്ട, 36, 40. ടോട്ടൽ 80 മാർക്കിനാണ്. ഓർ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഒരു 36, 40 മാർക്ക് കിട്ടാൻ ഈ 8 ചാപ്റ്റർ പഠിച്ചാൽ മതി. അപ്പോൾ നടുക്കത്ത് 5 ചാപ്റ്റർ നിങ്ങൾ വേണേൽ വിട്ടോ, അറിയാൻ വയ്യാത്തവർ. ഇനി പഠിക്കാൻ പറ്റുമെന്നുള്ളവർ അതിപ്പോൾ വിട്ടോ. ഞാൻ പറയണേക്കാം, ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഈ 4 ചാപ്റ്റർ പഠിച്ച് സെറ്റാക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ 4 ചാപ്റ്റർ കൂടെ പഠിക്കുക. ലാസ്റ്റ് 4 ചാപ്റ്റർ വളരെ എളുപ്പമാണ് കേട്ടോ. 10ാമത്തെ ചാപ്റ്റർ വെക്ടർ അൽജിബ്രയിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. വളരെ എളുപ്പമാണ്. ചാപ്റ്റർ പ്രൊജക്ഷൻ, പിന്നെ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, പിന്നെ
അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് നമ്മുടെ കയ്യിരിക്കും. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചിരുന്ന 7 മാർക്ക് എവിടെയും പോകത്തില്ല. ഓക്കെ അല്ലേ? കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അങ്ങനെ 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പിന്നെ 3 ഡയമെൻഷൻ ജോമെട്രി എന്ന ചാപ്റ്ററാണ് 3D. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് മക്കളെ. വെക്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയാണ്. അതിനകത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി മക്കളെ. അത് ഉറപ്പായിട്ടും 4 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങളുള്ള അതിനകത്ത് ഫുള്ളായിട്ട് നമുക്കത് പഠിച്ചു പോകണം, വളരെ നല്ലതായി കേട്ടോ. 12ാമത്തെ ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ്. ഗ്രാഫിൻ്റെ ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ ആയിരിക്കും. എസ്എ ക്വസ്റ്റ്യൻ വരുന്ന 2ാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ നേരത്തെ ഒരു എസ്എ ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞു, ഏതാ? ഡിറ്റർമിനൻസ്. അപ്പോൾ 2 എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. പിന്നെയുള്ള 2 എസ്എ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഇൻ്റഗ്രൽസിൽ നിന്നും ഡെറിവേറ്റീവ്സിൽ നിന്നും. അത് രണ്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വിടാം, കാരണം 2 എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ. പിന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഉറപ്പായിട്ടും ചോദിക്കുന്നത് ബേസ് തിയറം ഉറപ്പായിട്ടും ചോദിക്കും. 4 മാർക്കിന് ഷുവറാണ്. പിന്നെ ഫസ്റ്റത്തെ കണ്ടീഷൻ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും പഠിച്ചു കഴിയുക. എന്നിട്ടും പിന്നെ മാർക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്രയും പഠിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. 1 മാസം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ വേണം എന്ന് ആഗ്രഹമുള്ളവർ, മാർക്ക് വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 9 മാർക്കിനാണ് അത് വരുന്നത്. സോ അതിൻ്റെ അകത്തുനിന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്, അത് പഠിക്കുക. പിന്നെ ഇൻ്റഗ്രൽസ് നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ, അത് കുറേ ഉണ്ട്. അത് കുറേ പഠിക്കണം. ടെക്നിക്കുകൾ മൊത്തം പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 8ാമത്തെ ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിക്കുക. ഞാൻ പറയുന്നത് എക്സ്ട്രാ വേണ്ട വർക്കാണ്. 4 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അത് ഒന്നെങ്കിൽ പരാബോളയുടെ, അല്ലെങ്കിൽ എലിപ്സിൻ്റെ, അല്ലെങ്കിൽ സർക്കിൾ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും വരത്തുള്ളൂ. അത് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക. വളരെ എളുപ്പമാണ്. അത് രണ്ടും എക്സ്ട്രാ വേണ്ടവർ. അല്ലാത്തൊരു മക്കളെ ഈ 8 ചാപ്റ്റർ നല്ല തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡബിൾ പാസിൻ്റെ അപ്പുറം 36-40 മാർക്കിൻ്റെ അപ്പുറം ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരു സംഭവം വിട്ടുകളെ നന്നായിട്ട് പഠിക്കണം മക്കളെ. ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, ഇത് സേ എക്സാം ജയിക്കാൻ വേണ്ടി ഇരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇമ്പ്രൂവ്മെൻറ്റ് A+, Aയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ട കുട്ടികൾ ഫുൾ ചാപ്റ്റർ പഠിച്ചാൽ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും ജയിക്കണം, അതിനുള്ള എന്തെങ്കിലും പറഞ്ഞതാ സാറേ എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മക്കളെ, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ തോൽക്കത്തില്ല. ഉറപ്പായിട്ടും പറയാണ്, മാത്സിന് ജയിച്ചിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് മുഴുവൻ എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് മനസ്സിലാകും. ഇത് പഠിച്ചതിന് ശേഷം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ടൊന്ന് ഫുള്ളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ പറഞ്ഞ പോലെ കണ്ട ഇക്വലൻസ് റിലേഷൻ ചോദിച്ചിരിക്കുന്നുണ്ടോ, ഡൊമൈൻ ആൻഡ് റേഞ്ച് കഴിഞ്ഞ വർഷം +1 പഠിച്ച സാധനമാണ്. പിന്നെ ഇതിൽ മെട്രിക്സിൻ്റെ ഒരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞു, മെട്രിക്സിൻ്റെ പ്രോഡക്റ്റും എല്ലാം അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കണ്ട 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒന്നാണ്, 3 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 3 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ വന്നത് ഇത് കണ്ടോ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 1-1 ചോദിച്ചിരിക്കുന്നുണ്ടോ, അത് പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് ചോദിക്കും. പിന്നെ സം ഓഫ് സിമ്മെട്രി, സ്ക്യൂ സിമ്മെട്രി, അത് എല്ലാ വർഷവും ചോദിക്കണം. അത് ഇപ്രാവശ്യം ചോദിച്ചിരിക്കും. ഷുവർ ക്വസ്റ്റ്യനാണ്, വിട്ട് കളയില്ല കേട്ടോ. പിന്നെ ചോദിക്കാൻ പോകുന്നത് പിന്നെ ഡെറിവേറ്റീവ്സ്. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു വെക്റ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ല 7 മാർക്കിനുണ്ടെന്ന്. അതിനകത്ത് 3 മാർക്ക് അല്ല 4 മാർക്കിൻ്റെ ആയി. 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിൻ്റെ പ്രൊജക്ഷൻ ചോദിച്ചിരിക്കുന്നുണ്ടോ. ഇത് ഫസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് എഴുതാനേ ഉള്ളൂ കേട്ടോ അത്. അപ്പം പിന്നെ പ്രോബബിലിറ്റിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് പ്രോബബിലിറ്റിന്ന് 7 മാർക്കാണ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല കേട്ടോ ഇത്. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരൊറ്റ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ 4 മാർക്കിൻ്റെ. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ട് പറയണമല്ലോ കേട്ടോ. നമ്മൾ മാർക്ക് സ്കീം വന്നപ്പോൾ തന്നെ, മോഡൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ വരത്തുള്ളൂ. ഈ എക്സാമിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലാകും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രത്തോളം ഉറപ്പിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ന്. എക്സാമിന് മുമ്പ്, ഫൈനൽ എക്സാമിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്. സോ അത് തന്നെ വന്നിട്ടുള്ളൂ.
പിന്നെ കണ്ട ഇൻ്റഗ്രൽസ് ഞാൻ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽസ്. ഇത് പക്ഷേ ഇതിൻ്റെ അത് ചോദിച്ചത് എലിപ്സ് ആണ്. പരാബോളയോ അല്ലെങ്കിൽ സർക്കിളോ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എലിപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. 4 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. പിന്നെ ഇതേ 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസിന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞില്ല 6 മാർക്കിന്. അത് ഇത്തവണയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു മോഡൽ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ ചാപ്റ്ററാണ് നമ്മുടെ ഡെറിവേറ്റീവ്സ്. കുറേ ഉണ്ട് മക്കളെ, അതിൻ്റെ ബേസിക് കുറേ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ഇത് നമുക്ക് വിടേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ജയിക്കാൻ അല്ലെങ്കിൽ ഡബിൾ പാസിനപ്പുറം വാങ്ങാനാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വിടേണ്ടി വരും. പറ്റുന്നവർ ഇത് പഠിച്ചോണം കേട്ടോ. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ അടുത്ത ചാപ്റ്ററായ ഇൻ്റഗ്രൽസും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇൻ്റഗ്രൽസിൽ നിന്നും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡിലീറ്റഡ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഡിലീറ്റഡ് അല്ല, സോറി, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും 3 മാർക്ക് കിട്ടി കാണും കഴിഞ്ഞ വർഷം. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷമല്ല, ഈ എക്സാമിന് അതേപോലെ സേ എക്സാമിനും വല്ലതും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ അതെ നമ്മുടെ ഗ്രാഫിൽ നിന്ന് ചോദിക്കുന്ന 6 മാർക്ക് ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ മക്കളെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തോരം പഠിക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാം. കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ള കുട്ടികളുടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പൈറസ് ലേണിംഗ് അക്കാഡമി എന്ന ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത്. ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.